നോബൽ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, ഇപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിൽ എവിടം വരെ എത്തി? ഇപ്പോൾ സർക്കാർ തുടർച്ചയായിട്ട് ഈ ഭീകരർക്ക് വേണ്ടിയിട്ട് വല ശക്തമായി വിരിക്കുമ്പോഴും അവർ തെന്നിമാറി പോവുകയാണ്. എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ എന്തെങ്കിലും ഈ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടോ? NIA തുടർച്ചയായിട്ട് പ്രദേശവാസികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രത്യേക വനമേഖലകൾ കേന്ദ്രീകരിച്ച് ത്രാൽ വനമേഖലയിലൊക്കെ വലിയ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ബാരാമുള്ളയിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഭീകരർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഈ ഹഷീം മൂസ, അലി ഭായ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചവർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ സൂചന നമ്മുടെ അന്വേഷണ ഏജൻസിക്കോ സുരക്ഷാ ഏജൻസിക്കോ ഉണ്ടോ? നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. രാജ്യം കാത്തിരിക്കുന്നത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരവാദികളെ എപ്പോൾ കീഴ്പ്പെടുത്തും എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ്. എന്താണെങ്കിലും അതിന് ഉത്തരം ഉടൻ ഉണ്ടാകും എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. ഇന്നലെ വിവിധ ഇടങ്ങളിൽ, അതായത് ഇന്നലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പേരുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ വലിയ ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ നടന്നു എന്നായിരുന്നു റിപ്പോർട്ടായി പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് തെക്കൻ കാശ്മീരിന്റെ അനന്തനാഗ് അടക്കമുള്ള അത്തരത്തിൽ ത്രാൽ അടക്കമുള്ള മേഖലകളിലൊക്കെ ശക്തമായ നിരീക്ഷണം സേനയുടെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് ഇന്നലെ സൈനിക വൃത്തങ്ങളിൽ നിന്ന് സൂചനയായി പുറത്തേക്ക് വന്നത്. എത്രയും വേഗം ഭീകരവാദികളെ കീഴ്പ്പെടുത്തും എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്ന വിവരം. പ്രധാനമായും അന്ന് ഈ ആക്രമണം നടന്നതിന് പിന്നാലെ കാടുകൾ വഴി അത്തരത്തിൽ അവർ മറ്റൊരു പോയിന്റുകളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് നേരത്തെ തന്നെ സുരക്ഷാ സേന വ്യക്തമാക്കിയത്. ഏകദേശം 4ഓളം ഇടങ്ങളിൽ അത് തെളിയിക്കുകയും പിന്നീട് ഒരിടത്ത് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷാ സേന അന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച നിലയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബരാമുള്ളയാകട്ടെ, അല്ലെങ്കിൽ ഉറിയാകട്ടെ, പൂഞ്ചാകട്ടെ, എല്ലായിടത്തും. അതോടൊപ്പം തന്നെ അനന്തനാഗിൻ്റെ മേഖലകളാകട്ടെ, അവിടെയൊക്കെ ശക്തമായ നിരീക്ഷണം നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും ജമ്മുവിലേക്ക് ഇവർ കടക്കാത്ത രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എത്രയും വേഗം അവരെ കീഴ്പ്പെടുത്തും എന്ന് സൈനിക വൃത്തങ്ങൾ സൂചന നൽകുകയും ചെയ്യുന്നു. ഇന്നലെയൊക്കെ ആണെങ്കിൽ പോലും എല്ലായിടത്തും വലിയ സുരക്ഷ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ശ്രീനഗറിലും രാവിലെ സുരക്ഷയെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. വലിയ നിരീക്ഷണങ്ങൾ നടക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളത് ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്കിലൊക്കെ ഇപ്പോഴും വലിയ സുരക്ഷയുണ്ട്. പോലീസ് സന്നാഹം, അതോടൊപ്പം തന്നെ CRPF അടക്കമുള്ള എല്ലാവരും വലിയ സുരക്ഷയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭീകരവാദികളെ പിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്രയും വേഗം നടക്കും എന്ന പ്രതീക്ഷ സൈനിക വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ തന്നെ, അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം ഉടൻ തന്നെ പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ശക്തമായ തിരച്ചിൽ നടക്കുകയാണ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതും അടയ്ക്കുന്ന സാഹചര്യം കൂടി ജമ്മു കാശ്മീരിൽ, പ്രത്യേകിച്ച് കശ്മീർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം 47-48 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഭീകരാക്രമണത്തിന് ഇനിയും സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളായ ആളുകളെയാണ് ഭീകരവാദികൾ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നും സുരക്ഷാ സേനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ തീരുമാനങ്ങളിലേക്ക് എന്താണെങ്കിലും പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നും പ്രത്യേകിച്ച് ഈ പൂഞ്ചടക്കമുള്ള അല്ലെങ്കിൽ ഈ തെക്കൻ കശ്മീർ അടക്കമുള്ള മേഖലകളിൽ വലിയ തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. സൈനിക നീക്കങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൈനിക വാഹനങ്ങൾ അകമ്പടിയോടെ പലയിടത്തേക്കും, പ്രത്യേകിച്ച് കാടുകളിലേക്കൊക്കെ സൈനികർ നീങ്ങുന്നതായ ചിത്രങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പുറത്തേക്ക് ഇന്ന് രാവിലെ തന്നെ വരികയും ചെയ്തു. എന്താണെങ്കിലും രാവിലെ മുതൽ തന്നെ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഭീകരരെ കീഴ്പ്പെടുത്തും എന്ന പ്രതീക്ഷ സൈനിക കോണുകളിൽ നിന്ന് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അരുൺ.